ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. മോർണിംഗ് നിഖിൽ, മോർണിംഗ് വ്യൂവേഴ്സ്. താങ്ക് യു സർ. ആദ്യം തന്നെ നമുക്ക് അറിയാനുള്ളത് സാറിൻ്റെ ഒരു ഭാഗത്തു നിന്നും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വ്യൂ ആണ്. ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അവസാന ഒരു ട്രേഡിംഗ് ദിനത്തിൽ അമേരിക്കൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും S&P 500 പരിശോധിക്കുകയാണെങ്കിലും ഡോ ജോൺസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു ന്യൂ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇരു സൂചികകളിലും കാണാൻ സാധിച്ചത്. ഈ ഒരു സൂചികയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അമേരിക്കൻ വിപണിയിൽ ബോത്ത് ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഖിൽ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ ഇനിയിപ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 44,400 പോയിന്റ്. ഡൗ ജോൺസ് ഇൻഡെക്സിനോടൊപ്പം തന്നെ നമുക്ക് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ഗോൾഡ്മാൻ സാക്സ്, ബ്ലാക്ക് റോക്ക്, JP മോർഗൻ, സിറ്റി ബാങ്ക് മുതലായ എല്ലാ ഫൈനാൻഷ്യൽ സർവീസസ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഹരികളിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് വെള്ളിയാഴ്ച പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 23,400 പോയിന്റ്. ഇതിൽ നാസ്ഡാക്ക് സ്റ്റോക്സിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് അസറ്റ് ഫോം ചെയ്യാൻ സാധ്യത കാണുന്നത് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിലാണ്. ഓക്കെ സാർ, അടുത്തതായിട്ട് കമ്മോഡിറ്റീസിലേക്കും മറ്റുമൊക്കെ വരികയാണെങ്കിൽ കമ്മോഡിറ്റീസിൽ ആദ്യം തന്നെ ഇപ്പോൾ ബ്രണ്ട് ക്രൂഡ് പരിശോധിക്കുകയാണെങ്കിലും WTI പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഏകദേശം ഒരു 0.5% ഉള്ളൊരു ഇടിവായിരുന്നു ബ്രണ്ട് ക്രൂഡുകളെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ക്രൂഡിന്റെ കേസിൽ എസ്പെഷ്യലി നമ്മളിപ്പോൾ WTI ക്രൂഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ $62 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ ലോ റിസ്ക് ആയിട്ട് എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. ക്രൂഡിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ $65 ലെവലിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സാർ, മറിച്ചിട്ട് സ്വർണത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വർണത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാറിൻ്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നു. സോ സ്വർണത്തിന്റെ കേസിൽ ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3,370 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയ $40 കറക്ഷൻ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നമുക്കൊരു ബുള്ളിഷ് എൻട്രി സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിൽ $3,398. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 3,422 അതിനുശേഷം 3,462. സാർ, ഇന്ത്യൻ വിപണിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവസാന ദിനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാർജിനിലായിരിക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. 24,631 എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 0.29% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,341 എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് രണ്ട് ഇൻഡെക്സസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാനത്തെ 4 സെഷൻസിൽ നമുക്ക് നേരിയ ഷോർട്ട് കവറിങ് ഈ രണ്ട് ഇൻഡെക്സസിലും കാണാൻ സാധിച്ചിരുന്നു. അത് ഒരിക്കലും നമ്മളൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കരുതരുത്. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 25,200 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. അതേസമയം സപ്പോർട്ടായിട്ട് മേജർ ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 24,000 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നിഫ്റ്റി നേരിടേണ്ടി വരും. ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 56,500 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാൻ. ആൻഡ് ഇതിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണുന്ന 54,800. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയത് ഒരു 1000 പോയിന്റിന്റെ വീഴ്ചയും കൂടെ നമുക്ക് കാണാൻ സാധിക്കും.
സാർ ഇനി കുറച്ചുകൂടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കടക്കുകയാണെങ്കിൽ BSE സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനുള്ളത്. BSE സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവസാന ദിനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.58% ഒരു ഇടിവോട് കൂടിയുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുന്നത്തെ ദിനം പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഓഗസ്റ്റ് 13 ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5.5% നേട്ടവും BSE സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നു. BSEയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BSEയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണുന്നു. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു എൻട്രി ലഭിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 2250 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് പ്രീമിയർ എക്സ്പ്ലോസീവ്സിനെ സംബന്ധിച്ചിടത്തോളമാണ്. പ്രീമിയർ എക്സ്പ്ലോസീവ്സിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 3.85% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രീമിയർ എക്സ്പ്ലോസീവ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപത്തെ, അതായത് ഓഗസ്റ്റ് 13 ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നേടിയതിനു ശേഷം ഓൾമോസ്റ്റ് ഒരു 20% ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ടും ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രീമിയർ എക്സ്പ്ലോസീവ് ഓഹരിയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണ്? പ്രീമിയം എക്സ്പ്ലോസീവ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ആദ്യം തന്നെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, രണ്ടാമത്തെ ഇതിലെ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 460 മുതൽ 485 വരെ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് കേരള ബേസ്ഡ് ആയിട്ടുള്ള കിറ്റക്സിനെ സംബന്ധിച്ചിടത്തോളമാണ്. കിറ്റക്സ് ഗവൺമെൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ അവസാന ഒരു ട്രേഡിംഗ് ദിനത്തിൽ ഏകദേശം ഒരു 4.5% ഒരു ഇടിവാണ് കിറ്റക്സിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 171.29 രൂപ എന്നൊരു നിരക്കിലുമായിരുന്നു ട്രേഡിംഗ് നടന്നിരുന്നത്. കിറ്റക്സ് ഓഹരിയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നിഖിൽ, നമ്മൾ കിറ്റക്സിന്റെ ജൂലൈ മാസം മുതലുള്ള ഇടിവ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 50% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ജൂൺ അവസാനത്തോടു കൂടി ഈ സ്റ്റോക്ക് 305 ആ ലെവലിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് നമ്മൾ ബുധനാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും 160 രൂപ വരെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു. വ്യാഴാഴ്ച ട്രേഡിലൊക്കെ നമുക്ക് ഒരു നേരിയ ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചെങ്കിൽ അണ്ടർടോൺ വളരെ വീക്കായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 158 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ തൽക്കാലം പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് സെൻകോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളമാണ്. സെൻകോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഏകദേശം ഒരു 6.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 361 എന്ന് പറയുന്ന ഒരു നിരക്കിലായിരുന്നു ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചിരുന്നത്. സെൻകോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നിഖിൽ, സെൻകോ ഓൾസോ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു കൺസോൾട്ടേഷൻ ഈ സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് കാണുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് സൈഡ് വേസ്, ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 295 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 400 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ജൂലൈ 2024 ജൂലൈക്ക് ശേഷം ഒരു വലിയ ഒരു കറക്ഷൻ തന്നെയായിരുന്നു ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1691 എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണ്? ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡിൽ വീക്ക്നെസ്, ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷനെ തുടർന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സപ്പോർട്ട് ഏരിയയിലോട്ട് ഈ സ്റ്റോക്ക് വന്നിരിക്കുന്ന 1600 രൂപ ഇസ് ദ മേജർ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് വരുന്ന ആഴ്ചയിൽ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 1900 രൂപ. എൻ്റെ അടുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇതേപോലെ തന്നെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്ന മറ്റൊരു ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്ക് ഇസ് ഗാർഡൻ റീച്ച്.
ഗാർഡൻ റീച്ചിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 2395. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഈ ആഴ്ച ഒരു ബൈങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 2730 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷമുള്ള ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 2830. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സാർ, അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് IREDയെ സംബന്ധിച്ചിടത്തോളമാണ്. IREDയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു ജൂലൈ 11 ശേഷമുള്ള ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു കറക്ഷൻ തന്നെയായിരുന്നു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അവസാനത്തെ ഒരു ട്രേഡിംഗ് ദിനം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.26% ഒരു ഇടിവോടുകൂടി 143.86 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു ഒരു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. IREDയെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IRDയുടെ കേസിൽ കഴിഞ്ഞ 14 മാസമായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷറെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഒരു ടൈം പീരീഡിൽ ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 50% നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 135 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 170, അതിനുശേഷം 182 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാർ, അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് വിശാൽ മെഗാമാർട്ടിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. വിശാൽ മെഗാമാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.64% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപുള്ള ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു 155 രൂപ എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് ഉയർന്നുകൊണ്ട് പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും മറ്റൊക്കെയായിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ടും സാധിച്ചിരുന്നത്. വിശാൽ മെഗാമാർട്ടിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? വിശാൽ മെഗയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. വ്യാഴാഴ്ചത്തെ ട്രേഡിൽ ഈ സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷമായിരുന്നു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 143 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സാർ, അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് നെൽക്കോയെ സംബന്ധിച്ചിടത്തോളമാണ്. നെൽക്കോയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 0.83% ഒരു ഇടിവായിരുന്നു അവസാന ട്രേഡിംഗ് ദിനത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏകദേശം 848 രൂപ എന്നതായിരുന്നു ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ആയിട്ടും കാണാൻ സാധിച്ചത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം നെൽക്കോ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നെൽക്കോയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 810 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് എടുക്കാതിരിക്കുക. സാർ, അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് പവർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളമാണ്. പവർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പല കമ്പനികളുടെയും മറ്റൊക്കെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗും മറ്റൊക്കെ S&P മറ്റൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയും മറ്റൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വരുന്ന കമ്പനിയായിട്ടുള്ള ONGC സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% ഒരു നേട്ടവും മറ്റൊക്കെ ഒരു ഇടിവായിരുന്നു അവസാന ട്രേഡിംഗ് ദിനത്തിൽ ONGC രേഖപ്പെടുത്തിയിരിക്കുന്നത്. ONGCയെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഈ ONGCയുടെ കേസിൽ ഇറ്റ് ഇസ് എൻ ഇൻഡെക്സ് ഹെവി വെയിറ്റ്. ബട്ട് നമ്മൾ നിഫ്റ്റി 50യുടെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് അണ്ടർ പെർഫോമൻസ് മാത്രമേ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും സൈഡ് വേസ് ആയിട്ട് തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. 250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സാർ, അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവസാനത്തെ ഒരു ട്രേഡിംഗ് ദിനം പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവസാന ട്രേഡിംഗ് ദിനം പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2%-ഓളമുള്ളൊരു നേട്ടമാണ് ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്താണ്? ഇറ്റേണലിന്റെ കേസിൽ നമുക്ക് വ്യാഴാഴ്ചത്തെ ട്രേഡിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്കിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 മേജർ റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 325, അതിനുശേഷം 330, അതും ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 345.
സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് പരാസ് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളമാണ്. പരാസ് ഡിഫൻസ് പരിശോധിക്കുകയാണെങ്കിൽ അവസാന ട്രേഡിംഗ് ദിനമൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 0.5%-ഉള്ളൊരു ഇടിവായിരുന്നു പരാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. 667 എന്ന് പറഞ്ഞൊരു ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസുമാണ് കാണാൻ സാധിച്ചത്. ഓഹരി പരിശോധിക്കുകയാണെങ്കിലും കാണാൻ സാധിക്കുന്നതും മറ്റൊക്കെ ഏകദേശം ഒരു ജൂലൈ 4-ന് ശേഷം മറ്റൊക്കെ ഒരു വലിയ രീതിയിലുള്ളൊരു കറക്ഷനും മറ്റൊക്കെ ഒരു ഓഹരി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പരാസ് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? പരാസ് ഡിഫൻസിന്റെ കേസിൽ മറ്റ് ഡിഫൻസ് ഓഹരികളോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിലും കഴിഞ്ഞ 3 മാസമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ കാണുന്ന ഒരു വലിയ പ്രോബ്ലം ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിൽ ഒത്തിരി വോളറ്റിലിറ്റി പല ദിവസങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 600 രൂപ. ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 683 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 760 രൂപയിലാണ്. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് അവൻറ്റലിനെ സംബന്ധിച്ചിടത്തോളമാണ്. അവൻറ്റലിൻ്റെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.24% ഒരു ഇടിവായിരുന്നു അവസാന ഒരു ട്രേഡിംഗ് ദിനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 132 രൂപ എന്നതായിരുന്നു ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ആയിട്ടും കാണാൻ സാധിക്കുന്നത്. അവൻറ്റലിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അവൻറ്റലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഇതും ഒരു വളരെ സ്മോൾ ക്യാപ് സ്റ്റോക്ക് അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 120 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 140-ഉം ലോങ് ടേമിൽ ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 150 രൂപയുടെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് റിലയൻസ് ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളമാണ്. റിലയൻസ് ഇൻഫ്രയിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 1%-ഉള്ളൊരു ഇടിവാണ് ഒരു നേട്ടമാണ് അവസാന ട്രേഡിംഗ് ദിനത്തിൽ റിലയൻസ് ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 259 രൂപ 80 പൈസ എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു ഓഹരിയിലൊരു ട്രേഡിംഗ് അവസാനിച്ചിട്ടും ഉണ്ടായിരുന്നത്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നിഖിൽ, റിലയൻസ് ഇൻഫ്ര ആൻഡ് റിലയൻസ് പവർ ഇത് രണ്ടും അനിൽ അംബാനി കമ്പനീസാണ്. ആൻഡ് കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടെ ഈ 2 കമ്പനികളെ കുറിച്ച് ഒത്തിരി റൂമേഴ്സ് മാർക്കറ്റിൽ വരുന്നുണ്ട്. ചില റൂമേഴ്സ് അനിൽ അംബാനിയുടെ കടബാധ്യതകളും പ്രോബ്ലം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒത്തിരി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് ഒത്തിരി മുന്നോട്ട് പോയിരുന്നു. മോർ ദാൻ 100% നേട്ടമായിരുന്നു നമുക്ക് നൽകിയത്. ബട്ട് ജൂലൈ മാസത്തിന് ശേഷം വീണ്ടും അടുത്ത സെറ്റ് റൂമേഴ്സ് വന്നു. അനിൽ അംബാനിക്ക് വീണ്ടും ബാങ്കുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രോബ്ലം ഉണ്ടെന്ന്. അതിനുശേഷം ആ ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 60% നഷ്ടം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത്തരം സ്റ്റോക്സിലെ ലോങ് പൊസിഷൻസും ട്രേഡിങ്ങും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് RVNLനെ സംബന്ധിച്ചിടത്തോളമാണ്. RVNLന്റെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഏകദേശം ഒരു 0.67% ഒരു ഇടിവായിരുന്നു RVNL രേഖപ്പെടുത്തിയിരിക്കുന്നത്. 324 രൂപ എന്നൊരു നിരക്കിലാണ് ലാസ്റ്റ് ഒരു ട്രേഡഡ് പ്രൈസും കാണാൻ സാധിക്കുന്നത്. RVNLനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? RVNL വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് മെയ് മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരിക്കുന്നു. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ഒരു ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് ഇത്രയും വലിയൊരു ഇടിവിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് അത് നമ്മളൊരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് 340 മുതൽ 365 രൂപ വരെ. സാർ അടുത്തതായിട്ട് അപ്പോളോ മൈക്രോ സിസ്റ്റംസിലേക്ക് കടക്കുകയാണെങ്കിൽ അപ്പോളോ മൈക്രോ സിസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു 190 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു ലാസ്റ്റ് ട്രേഡർ പ്രൈസും കാണാൻ സാധിക്കുന്നത്. അപ്പോളോ മൈക്രോ സിസ്റ്റംസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അപ്പോളോ മൈക്രോ സിസ്റ്റംസ് വീണ്ടും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് മറ്റ് പല സ്മോൾ ക്യാപ് സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഈ സ്റ്റോക്കിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 195 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 210 അതിനുശേഷം 220. സാർ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഡെൻ നെറ്റ്വർക്സിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഡെൻ നെറ്റ്വർക്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1% മുകളിലുള്ളൊരു ഇടിവായിരുന്നു ഡെൻ നെറ്റ്വർക്സ് അവസാന ട്രേഡിംഗ് ദിനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 34 രൂപ 92 പൈസ എന്ന് പറയുന്ന ഒരു നിരക്കിലായിരുന്നു ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസും കാണാൻ സാധിക്കുന്നത്. ഡെൻ നെറ്റ്വർക്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? നിഖിൽ, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാം. സാർ ഡെൻ നെറ്റ്വർക്സ് DEN
നെറ്റ്വർക്ക്സ്. ഡെൻ നെറ്റ്വർക്ക്സ് ഇസ് എ സ്മോൾ ക്യാപ്പ് പെനി സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 34 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 39 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സാർ, അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് NSDLനെ സംബന്ധിച്ചിടത്തോളമാണ്. ഉടനെ അടുത്ത മുൻ ദിവസങ്ങളിൽ വിപണിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം അവസാന ദിനത്തിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5% ഒരു ഇടിവായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 1175 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലായിരുന്നു ട്രേഡിംഗ് നടന്നത്. NSDLനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? NSDLന്റെ കേസിൽ ലിസ്റ്റിംഗ് നടന്നിട്ട് ഏകദേശം 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്കിൽ ആദ്യത്തെ 3 സെഷൻസിൽ നമുക്ക് നല്ല നേട്ടം കാണാൻ സാധിച്ചെങ്കിലും പിന്നീടുള്ള 4 സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1120 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഫിറ്റ് ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1280, 1360, 1400 രൂപ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സാർ, അടുത്തതായിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം വേണ്ടത് JP പവറിനെ സംബന്ധിച്ചിടത്തോളമാണ്. ജയപ്രകാശ് പവറിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ അവസാനത്തെ ഒരു ട്രേഡിംഗ് ദിനത്തിൽ ഏകദേശം ഒരു 1.85% ഒരു ഇടിവായിരുന്നു ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 18.56 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലും ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ജൂലൈ 14 മറ്റൊക്കെ ശേഷം ഒരു കറക്ഷനായിരുന്നു ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. JP പവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഞാൻ നേരത്തെ ഇന്ന് റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്രയെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. സിമിലർ സ്റ്റോറി ഇസ് വിത്ത് JP പവർ. ഈ കമ്പനിയുടെ കേസിൽ നമുക്ക് ഒത്തിരി റൂമേഴ്സ് മാർക്കറ്റിൽ കേൾക്കാറും കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്സിൽ പൂർണ്ണമായിട്ടും ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 18 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും നേരം നമ്മളോടുകൂടെ സാറിൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻസും മറ്റുമൊക്കെ പങ്കുവച്ചതിന് താങ്ക് യു സർ. ഇതോടുകൂടി തന്നെ നമ്മുടെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. മാർക്കറ്റ് സ്ക്രീനറുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ സഫ്വാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.